ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചാപ്റ്റർ 3 ആണ്. NIOS+2 ഇംഗ്ലീഷ് ചാപ്റ്റർ 3 ആണ് പഠിക്കുന്നത്. റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, അതായത് വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടൈപ്പ് ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് വായിക്കാനായിട്ടുള്ളൊരു കണ്ടൻറ്റ് നമുക്ക് തരുന്നുണ്ട്. എന്താണ് നമുക്ക് വായിക്കാനായിട്ട് തരുന്നത് നോക്കാം. ആരെക്കുറിച്ചിട്ടാണ്? അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് സാലുമാരാഡ തിമ്മക്ക എന്ന് പറയുന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ദ എക്സ്ട്രാ ഓർഡിനറി ജേണി, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അതുല്യമായിട്ടുള്ളൊരു യാത്രയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ, തിമ്മക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആരാണ് ഇവർ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു കഥയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനവിടെ ഒരു കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കിയോളൂ. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ തിമ്മക്കയുണ്ട്, ബിക്കാലുണ്ട്. ഇവർ രണ്ട് കുട്ടികളില്ലാത്ത ചൈൽഡ്ലെസ് ആയിട്ടുള്ള കപ്പിൾസാണ്. ഓക്കെ, കുട്ടികളില്ലാത്ത കപ്പിൾസാണ്. ഇവർ ഹുലിക്കൽ എന്ന് പറയുന്നൊരു വില്ലേജിലാണ്, കർണാടക എന്ന് പറയുന്നൊരു സംസ്ഥാനത്തിലുള്ള ഹുലിക്കൽ വില്ലേജിലാണ് ഇവർ താമസിച്ചിരുന്നത്. അപ്പോൾ അവർ കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് അവർ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ദത്തെടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അവർ സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങളെ അല്ല ദത്തെടുക്കാൻ തീരുമാനിച്ചത്. ഏകദേശം 284 ആൽമരങ്ങളെയാണ്. ഓക്കെ, ബാനിയൻ ട്രീകളെയാണ്. അവരെന്ത് ചെയ്തു? അവർ 3 കിലോമീറ്റർ ദൂരത്ത് നാഷണൽ ഹൈവേയുടെ, കർണാടക നാഷണൽ ഹൈവേ NH-48 രണ്ട് സൈഡുകളിലുമായിട്ട് എന്ത് ചെയ്തു? ഒരു 284 ആൽമരങ്ങൾ അവർ നട്ടു. ഓക്കെ, അവരുടെ ആ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു വോയിഡ് അല്ലെങ്കിൽ ആ ഒരു വിടവ് അകറ്റാനായിട്ടാണ് അവരിങ്ങനെ ചെയ്തത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഏകദേശം 1995 അവർക്ക് ഈ തിമ്മക്കയ്ക്ക് ഒരു നാഷണൽ സിറ്റിസൺ അവാർഡ് കിട്ടി, നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐഡിയ വരാൻ കാരണം ഏകദേശം 1950കളിൽ തിമ്മയ്ക്ക് കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് നൈബേഴ്സൊക്കെ എന്ത് ചെയ്യും, അവരുടെ അയൽക്കാരൊക്കെ വന്നിട്ട് കളിയാക്കും, കുട്ടികളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. തിമ്മയ്ക്കൊക്കെ തോന്നിയത് എന്താ തോന്നിയത്? നമുക്ക് ബാനിയൻ ട്രീസിനെ അല്ലെങ്കിൽ ആൽമരങ്ങളെ കുഞ്ഞുങ്ങളെ പോലെ, സ്വന്തം കുട്ടികളെ പോലെ നട്ട് വളർത്തിയാലോ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ കപ്പിൾസ് രണ്ടുപേരും, ഇപ്പോൾ തിമ്മക്കയുടെ ഹസ്ബൻഡിന് ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സണാണ്, ആൾക്ക് നടക്കാനോ സംതിങ് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തിമ്മക്കയാണ് ജോലി ചെയ്തിരുന്നത്. എവിടെയാണ് ജോലി ചെയ്തിരുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് തന്നെ തിമ്മക്കയ്ക്ക് അധികം സമയമൊന്നും കിട്ടില്ല. ഓക്കെ, എങ്കിൽ കൂടി എന്ത് ചെയ്യും, മാക്സിമം സമയമൊക്കെ എടുത്തിട്ട് റോഡിന് ഇരുവശത്തും കുഴികളൊക്കെ എടുത്തിട്ട് ഈ സാപ്ലിങ്സ്, കുഞ്ഞ് ചെടികളൊക്കെ നടാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ആദ്യം ഈ റോഡിൻ്റെ ഇരുഭാഗത്തും കുഴികൾ എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സാപ്ലിങ്, നല്ല തൈകളെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 300 തൈകളിനെ എന്ത് ചെയ്തു? നട്ടു. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു മുള്ളുകളുള്ള സാധനങ്ങളൊക്കെ വെച്ച്, കാരണം വേറെ പശുവോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് തിന്നു പോവാതിരിക്കാനായിട്ട്. റോഡിലല്ലേ, വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേലിയോ മതിലുകളൊക്കെ ഉണ്ടാവും, പക്ഷേ റോഡ് സൈഡിലല്ലേ, അപ്പോൾ ഇങ്ങനെ പശുവും കാര്യങ്ങളൊക്കെ വന്നിട്ട് തിന്നാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇങ്ങനെ മുള്ളുവേലി പോലെ ഇങ്ങനെ ചെറുതായിട്ട് മുള്ളൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച്. ഓക്കെ, എന്നിട്ട് തിമ്മക്ക എന്ത് ചെയ്യും? വെള്ളം കൊണ്ടുവരും, വളരെ ദൂരത്ത് നിന്ന് വെള്ളം കൊണ്ടുവരും. നോക്കണം, റോഡിൻ്റെ സൈഡിലാണ്, വീട്ടിൽ പോലും അല്ല, സ്വന്തം വീട്ടിലല്ല. ഓക്കെ, റോഡിൻ്റെ സൈഡുകളിലാണ്, ഇരുവശങ്ങളിലുമാണ് ഇങ്ങനെ ആൽമരങ്ങൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും? വളരെ ദൂരത്ത് നിന്ന് കലത്തിൽ, പോട്ടുകളിൽ, കുടങ്ങളിലൊക്കെ ആയിട്ട് വെള്ളം കൊണ്ടുവരും, എന്നിട്ട് ഒഴിക്കും. ഇനി മഴ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പോലെ പരിചരിക്കും, റൂട്ടുകളൊക്കെ നല്ല ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കും. അങ്ങനെ ഒരു 10 വർഷത്തോളം തിമ്മക്കയും അതുപോലെ തന്നെ ഹസ്ബൻഡിനും പക്ഷേ ചെറിയ തോതിൽ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ, കാരണം അദ്ദേഹം ഒരു വികലാംഗനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തിമ്മക്ക മോസ്റ്റ് ഓഫ് ദി ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് വർഷങ്ങളോളം ഇവർ ഈ രണ്ടുപേരും ഈ കുഞ്ഞുങ്ങളെ പോലെ സാപ്ലിങ്ങളിലൊക്കെ പരിചരിച്ചു. ഓക്കെ, ശരിക്കും തിമ്മക്ക വർക്ക് ചെയ്യുന്ന എവിടെയാണ്? ഒരു ക്വാറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ക്വാറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വർക്കേ തന്നെ എങ്ങനെയാണ്, ബാക്ക് ബ്രേക്കിംഗ് ആണ്, അല്ലെങ്കിൽ നടുവടിയുന്ന തരത്തിലുള്ള വർക്കുകളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ മരങ്ങൾ നോക്കാനായിട്ട്. അങ്ങനെ അത്രയ്ക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കായിട്ട് പോലും തിമ്മക്ക എന്ത് ചെയ്തിരുന്നില്ല, ഈ മരങ്ങളിനെ നെഗ്ലക്റ്റ് ചെയ്തിരുന്നില്ല. തീർച്ചയായിട്ടും മരങ്ങളിനെ നോക്കാനായിട്ട് രാവിലെ തന്നെ, ബ്രേക്ക് ഓഫ് ഡൗൺ, അതിന് മുന്നേ തന്നെ വരും. പ്രഭാതം പുറപ്പെടുന്നതിന് മുന്നേ തന്നെ തിമ്മക്ക എവിടെ വരും? ഈ റോഡ് സൈഡിൽ വന്നും ചെടികളെ നോക്കുകയും പരിചരിക്കുകയും വെള്ളമൊഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നല്ല രീതിയിലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നോക്കിക്കേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, റോഡിൻ്റെ ഇരുവശത്തും നല്ല തണൽ നൽകുന്ന, നല്ല ശുദ്ധവായു നൽകുന്ന
മരങ്ങൾ, ഏകദേശം 300ഓളം മരങ്ങൾ, ഇവിടെ പറഞ്ഞ 284ഓളമാണ് നല്ല രീതിയിൽ വളർന്നതെന്ന് പറഞ്ഞു. ഒരു ഗ്രീൻ കാനോപ്പി, ലൈക്ക് നല്ല ഒരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ലഷ് ഗ്രീൻ ലുക്ക് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല തണവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പക്ഷികൾക്കും കുഞ്ഞു കുഞ്ഞു മൃഗങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മുട്ടയിടാനും അവിടെ ജീവിക്കാനൊക്കെ ആയിട്ട് പറ്റും. അതുമാത്രമല്ല വലിയ തോതിൽ അവിടെ സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയാനായിട്ട് പറ്റും. ഇന്ന് ആ ഒരു മരങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 85 കോടിയാണ്. അതായത് ആ മരങ്ങളൊക്കെ വെട്ടി വിറ്റ് കഴിഞ്ഞാൽ 85 കോടി രൂപ കിട്ടും. എന്ന് വെച്ചാൽ ആ മരങ്ങൾ വെട്ടി വിൽക്കണം എന്നല്ല പറഞ്ഞത്, ഇതാണ് പറഞ്ഞത്. അപ്പോൾ 2 ടോപ്പിക് വരുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ തിമ്മക്ക് ചെയ്യുന്നൊരു വലിയൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ റീഡിങ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു ഇത്. അപ്പോൾ നമ്മളൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ, നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെടികളൊക്കെ നോക്കുന്ന ആളുകളുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പിന്നീട് പറയുന്നത് ഒരു ആസ്ട്രോണമേഴ്സ് വിചാരിക്കുകയാണ് മാഴ്സിൽ, ചൊവ്വയിൽ എന്തുണ്ടാവാം, മാഴ്സിൽ ലൈഫ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് ചില ആസ്ട്രോണമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് പറയാം. അപ്പോൾ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. എന്തിനെ കുറിച്ചിട്ടാണ്? നമ്മുടെ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും, ഭൂമിയിൽ ലൈഫ് ഉള്ളതായിട്ട് അറിയാം, മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ, ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്നറിയാനായിട്ട് ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പോവാതെ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ആസ്ട്രോണമേഴ്സ് ചിന്തിച്ചു എന്താണ്, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും പ്ലാനറ്റുകൾ ഉണ്ടല്ലോ, 9 പ്ലാനറ്റുകൾ ഉണ്ടായിരുന്നു മുന്നേ, പ്ലൂട്ടോ അടക്കം 9 എണ്ണം ഉണ്ടായിരുന്നു. നവഗ്രഹങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ 9 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 8 എണ്ണേ ഉള്ളൂ. പ്ലൂട്ടോനെ ഒഴിവാക്കി. ഓക്കെ, ഡ്വാർഫ് പ്ലാനറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പ്ലൂട്ടോനെ ഒഴിവാക്കി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു 8 പ്ലാനറ്റുകളോളം ഉണ്ട്. ഇതിൽ 8 പ്ലാനറ്റിൽ 3-ാം സ്ഥാനമാണ് നമ്മുടെ ഭൂമിക്ക്. 3-ാം സ്ഥാനം എന്ന് പറയുന്ന സമയത്ത് സൂര്യനിൽ നിന്ന് 1, 2, 3 3-ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഈ 3-ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അധികം ചൂടും കിട്ടില്ല. അതുപോലെ തന്നെ വളരെ അകലെ പോയി കഴിഞ്ഞപ്പോൾ 8-ാമത്തെ ആയിട്ടുള്ള പ്ലാനറ്റിനാണെങ്കിൽ വളരെ തണുപ്പായിരിക്കും, അവിടെ ആകെ തണുത്തുറഞ്ഞു കിടക്കുകയായിരിക്കും. പക്ഷേ ഭൂമിനെ സംബന്ധിച്ചിടത്തോളം ഓവർ ചൂടും കിട്ടില്ല, ഓവർ തണുപ്പും കിട്ടില്ല. ഒരു കണ്ടീഷൻ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ജീവൻ്റെ സാന്നിധ്യം എവിടെയുള്ളത്, നമ്മുടെ ഭൂമിയിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമ്മളുടെ ഈ നവഗ്രഹങ്ങളില്ല, ഇപ്പോൾ 8 ഗ്രഹങ്ങളിലോ അതിലെവിടെയെങ്കിലും ലൈഫ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ പഠനങ്ങൾ നടത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നോക്കിയ സമയത്താണ് എന്ത് മനസ്സിലായത്, മാഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും എന്തിന് സാധ്യതയുണ്ട്, ലൈഫ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മളായിരിക്കും അതെന്തുകൊണ്ട് മാഴ്സ് ആണെന്ന് തോന്നി. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നുണ്ട്, നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞു എർത്ത് എന്ന് പറയുന്നത്, എർത്തിന് നമുക്ക് എത്രാം സ്ഥാനമാണെന്ന് പറഞ്ഞു, 3-ാം സ്ഥാനമാണ് എർത്തിന് പറയുന്നത്. സൂര്യനിൽ നോക്കുന്ന സമയത്ത് മെർക്കുറി, വീനസ്, അത് കഴിഞ്ഞ എർത്താണ്. എർത്ത് കഴിഞ്ഞാൽ കിടക്കുന്നത് ആരാണ്? മാഴ്സാണ് കിടക്കുന്നത്. ഓക്കെ, ഏറ്റവും പുറമേ നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണൊക്കെ അവിടെ തണുത്തുറഞ്ഞ് കിടക്കുകയാണ്. യുറാനസും നെപ്റ്റ്യൂണൊക്കെ വളരെ ദൂരെയാണ് സൂര്യനിൽ നിന്ന്, അവിടെയൊക്കെ തണുത്തുറഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ 3-ാം സ്ഥാനത്ത് കിടക്കുന്ന എർത്ത്, അതിനെ തൊട്ടപ്പുറത്തായിട്ട് മാഴ്സ് കിടക്കുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ തന്നെ ഒരു ട്വിൻ അല്ലെങ്കിൽ ഒരു ഇരട്ട സഹോദരൻ പോലെയാണ് എന്ത് കിടക്കുന്നത്, മാഴ്സ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. ഭൂമിയുടെ പകുതിയേ ഉള്ളൂ, ശരിക്കും ഭൂമിയുടെ പകുതി വ്യാസമേ ഉള്ളൂ. പക്ഷേ പിന്നെ ഏകദേശം സൂര്യനെ വലയം വയ്ക്കാനായിട്ട് നമ്മൾ ആണെന്നുണ്ടെങ്കിൽ 365 ദിവസം, ശരിക്കും 365.25 ദിവസം എടുക്കുന്നുണ്ട്. അതിവർഷം ലീപ്പ് ഇയർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊന്നും നോക്കണ്ട, 365 ദിവസമാണ് സാധാരണ നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റിത്തിരിയാനായിട്ട് എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഇതേപോലെ തന്നെ നമ്മൾ മാഴ്സ് നോക്കുന്ന സമയത്ത് ഏകദേശം 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാഴ്സും സൂര്യനെ ചുറ്റിത്തിരിഞ്ഞ് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഭൂമിയിൽ എങ്ങനെയാണോ ഡേ ഉള്ളത് ഓൾമോസ്റ്റ് അതേ ലെങ്ത്ത് തന്നെയാണ് മാഴ്സിലെ ഡേയിൻ്റെ ആ ഒരു ലെങ്ത്തും. നമ്മൾ പറയില്ലേ 24 hours ടോട്ടൽ ഉണ്ട്, അതിൽ പകുതി ഡേ ആണ്, പകുതി നൈറ്റാണ്. ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് മാഴ്സിലും. അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് കുറച്ചും കൂടിയും ഒരു അവർ വിചാരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ആസ്ട്രോണമേഴ്സ് നോട്ടീസ് ചെയ്ത കാര്യം, നമ്മുടെ ഭൂമിയിലുള്ള പോലെ തന്നെ കാലാവസ്ഥ അവിടെയുണ്ടെന്ന് ഇവർക്ക് തോന്നി. കാരണം ഈ മാഴ്സിൻ്റെ കളറ് നമ്മൾ ഭൂമി വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുക ഒരു ഗ്രീൻ, ഒരു ബ്ലൂ ഒക്കെ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക. വെള്ളത്തിനെ കാണിക്കാനും ഈ ഗ്രീൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഭൂമിയുടെ പച്ചപ്പിനെ കാണിക്കാനും അങ്ങനെയാണ് നമ്മൾ വരയ്ക്കാറ്. അപ്പോൾ അതേപോലെ തന്നെ ഇവർ നിരീക്ഷിച്ച സമയത്ത്, ഒബ്സർവ് ചെയ്ത സമയത്ത് അവർക്ക് മനസ്സിലായി മാഴ്സിൽ ഈ സമ്മർ സീസണിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഡാർക്കായിട്ട് ഉണങ്ങിയ പോലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള, ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള, ബ്ലൂവും ഗ്രീൻ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്, ബ്ലൂ എന്ന് പറയുന്ന വെള്ളത്തിനെയാണ്, വാട്ടർ ബോഡീസിനെയാണ്. അതുപോലെ തന്നെ ഗ്രീൻ, യെല്ലോ എന്നുള്ളതൊക്കെ ഒരു വെജിറ്റേഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കളർ ചേഞ്ചും എന്ത് ചെയ്യാൻ പറ്റി, ഇവർക്ക്
കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി സംശയം കുറച്ചുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, ആഴത്തിൽ വരാനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല, ചില ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്നത് അവിടെ എന്തുണ്ട്, ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇത്തിരിയെങ്കിലും ഉണ്ടാവാതിരിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഭൂമിയിലുള്ള ഏകദേശം ഇതുണ്ടെന്ന് തോന്നുന്ന ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും, ലൈഫിൻ്റെ ചെറിയൊരു സാന്നിധ്യം അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആസ്ട്രോണമർ ഗിയോവാനി എന്ന് പറയുന്നൊരു ആസ്ട്രോണമർ പറഞ്ഞു, ഒരു കനാൽ പോലത്തെ, ഏതാണ് കനാൽ എന്ന് പറയുന്നത്, കനാൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഈ കനാൽ പോലത്തെ ഒരു സ്ട്രക്ചർ അവിടെ കാണാനായിട്ട് പറ്റി. ഇവർ ഇങ്ങനെ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയ സമയത്ത് അങ്ങനൊരു സംഭവം. അപ്പോൾ ആ ഒരു സയൻറ്റിസ്റ്റ് വിചാരിച്ചു, ഇനി മാർഷ്യൻസ് വെച്ച് കഴിഞ്ഞാൽ മാർസിലുള്ള ആളുകളൊന്നുമില്ല. അപ്പോൾ ആൾ വിചാരിക്കണം, മാർസിലെ ആളുകൾ ചിലപ്പോൾ ഈ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന്, അതായത് വെള്ളമൊക്കെ മഞ്ഞൊക്കെ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈ മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കനാൽ പോലെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും എന്നൊരു സയൻറ്റിസ്റ്റ് ആശ്ചര്യപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പോൾ നമ്മളുടെ ആ ഒരു ചിന്ത കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് വരികയാണ്, അവിടെ ലൈഫ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ. ഓക്കെ, പിന്നെ 1976 2 അമേരിക്കൻ വിക്കിംഗ് സ്പേസ് പ്രോപ്സ് ഉണ്ടായി. അതായത് ഈ പറയുന്ന നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്ന ഇതാണ്, നമ്മൾ സ്പേസ് സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സംഭവം പോയിട്ട് അവിടെ മാർസിൻ്റെ ലാൻഡ് നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ് അവിടുത്തെ പ്രതലം, എങ്ങനെയാണ് അവിടുത്തെ മണ്ണ് എങ്ങനെയാണെന്നൊക്കെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി. അവർക്ക് മനസ്സിലായി, ചെറിയ തോതിൽ എന്തോ ഒരു ഈർപ്പം പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്തു. പക്ഷേ മണ്ണ് ശരിക്കും നമ്മുടെ ഭൂമിയിലുള്ള അതുപോലത്തെ മണ്ണൊന്നുമല്ല. ഓക്കെ, എക്സാക്ട്ലി അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു തരത്തിലുള്ള സംഭവമാണ്. സാധാരണ നമ്മുടെ ഇടത്തിലുള്ള പോലത്തെ മണ്ണൊന്നും തന്നെയല്ല അവിടെ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ചിലപ്പോൾ എന്തുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, ജീവൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അഥവാ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ സിമ്പിൾ ഫോമായിട്ടുള്ള ലൈഫായിരിക്കും, ലൈക്ക് ബാക്ടീരിയ പോലെയുള്ള കുഞ്ഞ് ഫോം ഓഫ് ലൈഫായിരിക്കും. നമുക്കധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് സെല്ലുകളുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, മനുഷ്യന്മാർ പോലത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഇല്ല, തികച്ചും ഇല്ല എന്നാണ് നമ്മുടെ പുതിയ സയൻറ്റിസ്റ്റുകൾ 1976 കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ.